നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. കാനഡയിൽ ഫാമിലി ഓപ്പൺ വർക്ക് പെർമിറ്റ് പുതിയ മാറ്റം ജനുവരി 21 മുതൽ. രാജ്യാന്തര വിദ്യാർത്ഥികൾ, വിദേശ തൊഴിലാളികൾ എന്നിവരുടെ കുടുംബങ്ങൾക്കുള്ള ഓപ്പൺ വർക്ക് പെർമിറ്റ് കാനഡ മാറ്റം വരുത്തുന്നു. ജനുവരി 21 മുതലായിരിക്കും ഇത് നടപ്പിൽ വരുത്തുക. വിശദ വിവരങ്ങളും അന്ന് പ്രഖ്യാപിക്കും. രാജ്യാന്തര വിദ്യാർത്ഥികളുടെ, തൊഴിലാളികളുടെയും കുടുംബങ്ങൾക്ക് കാനഡയിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വഴിയൊരുക്കിയിരുന്ന പെർമിറ്റാണിത്. 21 മുതൽ ചില പ്രത്യേക വിഭാഗം രാജ്യാന്തര വിദ്യാർത്ഥികളുടെയും വിദേശ തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങൾക്ക് മാത്രമേ ഓപ്പൺ വർക്ക് പെർമിറ്റിന് മാറ്റങ്ങളിൽ ചിലത് 16 മാസത്തിൽ കൂടുതൽ ദൈർഘ്യമുള്ള മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD തിരഞ്ഞെടുത്ത പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിത പങ്കാളികൾക്ക് ഇനി ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കൂ. വിദേശ തൊഴിലാളികളുടെ TER 01 ഗണത്തിൽ ഉൾപ്പെട്ടവർ അല്ലെങ്കിൽ TER 23 വിഭാഗത്തിലെ ചില തിരഞ്ഞെടുത്ത തൊഴിൽ മേഖലയിലുള്ളവർ എന്നിവരുടെ പങ്കാളികൾക്കും ഫാമിലി ഓപ്പൺ വർക്ക് പെർമിറ്റ് ലഭിക്കും. ശാസ്ത്ര, നിർമ്മാണ, ആരോഗ്യ, വിദ്യാഭ്യാസ, കായിക, സൈനിക മേഖലകളിലൊക്കെ ഇതിൽ ഉൾപ്പെടും. വിദേശ തൊഴിലാളികളുടെ പങ്കാളി പെർമിറ്റിനായി അപേക്ഷിക്കുന്ന സമയത്ത് തൊഴിലാളിയുടെ വർക്ക് പെർമിറ്റിൻ്റെ 16 മാസം അവശേഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തൊഴിലാളികളുടെ മക്കൾക്കിനി പെർമിറ്റിന് യോഗ്യതയില്ല. മുൻകാല പെർമിറ്റുകൾ കാലാവധി വരെ തുടരും. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുകൾ, പെർമനന്റ് റെസിഡൻസ് എന്നിവയുടെ സ്കീമുകളിലുള്ള വർക്ക് മാറ്റങ്ങൾക്ക് ബാധകമല്ല. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരം.